ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജുമോൻ എന്തോ പരിപാടിയില്ല, എന്തൊക്കെയോ സീലടിക്കുവാണെന്നോ ഒക്കെ പറയുന്നു. എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഇവിടോട്ട് പതുക്കെ ഒന്ന് വന്നിരുന്നു. ഇന്നിപ്പോൾ 2 ദിവസം കൊണ്ട് പെരുമഴയല്ലായിരുന്നു, ഒരു ചെറിയ തോർച്ചയൊക്കെ ഉണ്ട്, വെയിലൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട്. തുണി ഇന്ന് സ്കൂളിന് അജുമോൻ പറയുന്നു എന്തുവെന്നറിയാം, ഇന്ന് സ്കൂളിനെല്ലാം അവധിയാണ്, അതുകൊണ്ടാണ് ഇന്ന് മഴയില്ലാത്തതെന്ന്. ഇന്ന് നല്ല ദിവസമില്ലയോ, 1-ാം തീയതി ഇല്ലയോ, മലയാളം 1. അതുകൊണ്ടാണെന്നില്ല, പ്രകൃതി ഒന്ന് മാറി നിന്നെല്ലാ കുഞ്ഞുങ്ങളുടെയൊക്കെ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനും. പഠിത്തമൊക്കെ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ദിവസം കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ അമ്മമാരൊക്കെ കഴുകിയിടും. അങ്ങനെ പണ്ടും അങ്ങനെയൊക്കെയാണ്. ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് ഞായറാഴ്ചയൊക്കെ ഏത് പെരുമഴയായാലും ഒന്ന് തോന്നു നിന്നിട്ട് കുഞ്ഞുങ്ങളുടെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മോൻ അങ്ങനെ ചെയ്ത മോനിയോട്ടൊന്ന് നോക്കിയേ, നോക്കുമോ കുട്ടി, ഇങ്ങോട്ടൊന്ന് നോക്കുമോ കുട്ടി? ഭയങ്കര പണിയാ കുട്ടി. എൻ്റെ കുട്ടി ഭയങ്കര പണി. എൻ്റെ എനിക്ക് വയ്യ, എണീക്കാൻ വയ്യ. അയ്യോ, കസേര ഒടിഞ്ഞു വന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇരിപ്പ് കണ്ടില്ലേ, വായുവൊക്കെ തുറന്നുകൊണ്ട്. നീ ഇത്രയുള്ളോ പറയേ? ഞാനിങ്ങനെ അജുമോൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും കൂടെ ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മറിയേക്കാം, ഞാൻ പോവാം, എനിക്ക് മുറ്റത്തോട്ട് പോകണം. മഴയൊക്കെ ഒന്നൊന്നും തോന്നു നിൽക്കുന്നതുകൊണ്ടേ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരിയിടാമെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ മഴ തുടങ്ങും. ആ സമയം നോക്കി ഞാൻ മുറ്റം ഒന്ന് തൂത്തുവാരിയിടണമെന്ന് വിചാരിക്കുക. അജുവിനെ മഴയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടും, ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി നടും, മുറ്റത്ത് കുത്തി കുഴിക്കും. ഒരു രസത്തിനങ്ങ് നിൽക്കട്ടെ, കാണാൻ, തിന്നാനല്ല അവൻ തിന്നത്തില്ല, എന്നാലും അവൻ കാണാനായിട്ട് അവിടെ ഇവിടെ നിൽക്കുന്ന വെണ്ടയോ അതും ഇതുമെല്ലാം പിഴുത് കൊണ്ടുവന്ന് അവിടെ ഇവിടെ മാറ്റി മാറ്റി നടുവും ചെയ്യും. നമുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മാങ്കോസ്റ്റിൻ ഒന്നും ഇതുവരെയും പഴുക്കാഞ്ഞു. ബാക്കി എല്ലായിടത്തെയൊക്കെ പഴുത്തൊക്കെ ആൾക്കാർ തിന്നു. നമുക്ക് ഇതുവരെ ഇപ്രാവശ്യം ഒരെണ്ണം പഴുത്തിട്ടില്ല. 5-6 കണ്ടുണ്ട്, ഒന്നും പഴുത്തില്ല നമുക്ക്. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ കാണുന്നില്ല, തറയെ വീണോ പൊഴിഞ്ഞു പോയോ ഒന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടു. വീണ്ടും മഴക്കോൾ ഇങ്ങനെ വരിക, പിന്നെ അങ്ങ് മാറുക. ഞാൻ മുറ്റത്ത് ഇവർക്ക് കാവൽ നിൽക്കും. ഇവരെല്ലാം ഈ തുണികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴുകിയിട്ടെല്ലാം ഒരുവിധമെല്ലാം ഉണങ്ങിക്കിടക്കുന്നതാണ്. ഒന്ന് നല്ലൊരു വെയിലൊന്ന് ഉറയ്ക്കാമെങ്കിൽ അത് അങ്ങ് പറക്കിയിടുക. ഒന്ന് ചൂടായാൽ മാത്രം മതി. പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വീണ്ടും പണ്ടത്തേൻ്റെ പിന്നത്തേതാവും. അതാ അജുമോൻ്റെ തുണികൾ, അതാ എനിക്ക് അതുകൊണ്ടുള്ള ഒരു ഇത്. അവൻ്റെ തുണി അങ്ങ് ഉണങ്ങി കിട്ടി. നമ്മുടെ മാക്സി അതും ഇതുമൊക്കെ അങ്ങ് എങ്ങോട്ടിട്ടാലും കിടന്ന് ഉണങ്ങിക്കോളും. ഇവരെ ചില തുണികളൊക്കെ ഉണങ്ങാൻ പാടായിരിക്കും. പേരയ്ക്ക പഴുത്ത് നിൽക്കുന്നു, പറിച്ചെടുക്കാമെങ്കിൽ കൊള്ളാം. 10 കാണും പറിച്ചെടുക്കാൻ. ഇപ്പോഴൊക്കെ പറിച്ചെടുക്കാമെങ്കിൽ തറയെ വീഴരുത്, തറയെ വീഴാതെ എടുക്കണം. എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും കൊണ്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറിച്ചിടണം. അങ്ങനെ ആകുമ്പം അതങ്ങനെ കിട്ടും, മണ്ണൊന്നും പെരലാതെ. ഉള്ളാത്തയ്ക്കൊക്കെ പഴുത്ത് തറയെ വീണതുകൊണ്ട് കണ്ണീച്ചയും പറ്റിക്കിടക്കുന്നു. അച്ചാച്ചനും ഒന്നും വേണ്ടാത്തത് കൊണ്ടാണ് എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. അജുവിനും അങ്ങനെ. മഴ
പെയ്യോ എന്നുള്ള ഭയം. താണ്ട പോന്നു. പോവാൻ നിൽക്കുമോ? മഴ ഇറങ്ങിയപ്പോഴേ അത് കൊള്ളത്തില്ല, അത് പാമ്പും കൂണ. കണ്ട, മഴ ചാറുക, പെയ്യുക. ഓക്കെ, എന്നാ തുണി പറക്കട്ടെ കേട്ടോ. വിട്ടോ എളുപ്പമാവട്ടെ. ഇനി ഞാൻ ഒരു വിധത്തിലും എത്ര വെയിലുറച്ചാലും ഞാൻ തുണി പറക്കിയിടത്തില്ല, എനിക്കിനിയും വയ്യ. നമ്മുടെ അച്ചാച്ചൻ ഇരുന്നിട്ട് അത്താഴം ഉണ്ണുന്നതാണ് കാണുന്നത്. ഉണ്ടോ? അത്താഴം ഉണ്ണുക. മുട്ട പൊരിച്ചതുണ്ട്, സാമ്പാറുണ്ട്, ചക്കക്കുരു മെഴുക്കുവരട്ടിയുണ്ട് കേട്ടോ. അച്ചാച്ചനിരുന്ന് കഴിക്കുക. എനിക്കതൊന്നും ഇപ്പോൾ അറിയത്തില്ല. ഈ സാമ്പാറിനൊക്കെ ഭയങ്കര ടേസ്റ്റ് അങ്ങ് തോന്നുക. അതുപോലെ ഈ ചക്കക്കുരു മെഴുക്കുവരട്ടി, ചക്കക്കുരു അങ്ങോട്ട് നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് വെള്ളം ഒഴിച്ചങ്ങോട്ട് നമ്മൾ വേവിച്ചിങ്ങോട്ട് എടുക്കുമല്ലോ. വെള്ളം ഒഴിച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പുഴുങ്ങി വേവിക്കുമല്ലോ. അത് ഒരുപാട് വേഗത്തിൽ ഇങ്ങനെ വെന്ത് നമ്മൾ പുഴുക്കൊക്കെ പുഴുങ്ങുന്നതിൻ്റെ വിട്ട് അതിങ്ങനെ വെന്തങ്ങോട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തങ്ങോട്ട് തിന്നുമ്പോൾ ഉണ്ടല്ലോ, എന്തോ ടേസ്റ്റിയാണെന്നറിയോ തോന്നുന്നത്. എനിക്കന്ന് ഇപ്പോൾ എന്നും അങ്ങ് ചക്കക്കുരു മെഴുക്കുവരട്ടി തിന്നണമെന്ന് അങ്ങ് തോന്നും. അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് അങ്ങ് തോന്നും ഈ ചക്കക്കുരുവിന്. നല്ല രുചിയാണ്. നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി. ചച്ചനിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. തണുപ്പൊക്കെ ഇല്ലയോ. അജുമോൻ വന്നിട്ടില്ല. അജുമോൻ ഇനി വേണം വരാനായിട്ട്. ഞാനാണെങ്കിൽ ഇച്ചിരി പണിയില്ല. ഞാൻ ഇച്ചിരി അരി അരയ്ക്കുവന്നേ. അപ്പം ഞാനാണെങ്കിൽ ഇച്ചിരി അരി അരച്ചുകൊണ്ടിരിക്കുക. ഉണ്ട് അരി. പിന്നെ ഇത്രയല്ല, ഇനിയുണ്ട് കേട്ടോ. ഇതും അരിയ. പിന്നെ അത് അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. കൂടുതൽ അരി ആയിരിക്കും, നമ്മളൊക്കെ കൂടുതൽ കഴിക്കും കേട്ടോ. പിന്നെ നാളെ അജുമോനിച്ചിരി പിന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അരച്ചെടുക്കുമെന്നേ. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അജു വരട്ടെ. കുറച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ അരച്ചിങ്ങി എടുക്കാം. ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി ഇതാണ്ട് വെച്ചേക്കുന്നു. അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അജുമോൻ ഇപ്പോൾ വരും. അജുമോൻ വരുന്നുണ്ട്. അപ്പം വെട്ടം ഒന്ന് അടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്നു. ഞാനിവിടെ നിന്നുകൊണ്ട് ലൈറ്റ് അടിച്ച് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് പന്നി വന്ന് ഇങ്ങനെ ചക്ക ഒക്കെ വീണ് കിടക്കുന്നിടത്ത് ഇന്നലെ ഉണ്ട് വന്ന് നിൽക്കുന്നത്. ഞാൻ ലൈറ്റ് അങ്ങോട്ട് അടിച്ചപ്പോൾ അജു വന്നപ്പോൾ അജു വരാൻ അവിടെ നിന്ന് വിളിക്കും. ലൈറ്റ് അടിച്ച് വന്ന് നിന്നപ്പോൾ ഉണ്ട് ഞാനങ്ങോട്ട് ലൈറ്റ് അടിച്ചത് പന്നിയുടെ കണ്ണിലോട്ട്. കണ്ണ് തിളങ്ങുമോ എന്തുവാ? എടുത്തു വെക്കില്ല. അവിടെ എങ്ങാണ്ട് ഇരിപ്പില്ലേ കല്ല്? ഇതുകൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങാണ്ട് ഏതാണ്ട് കല്ലോ ഓടുമുറിയോ എങ്ങാണ്ട് വെച്ചിട്ടില്ലേ? എടുത്തോണ്ട് പോ. അതേ ചവിട്ടി അതെല്ലാം കൂടെ ഉടഞ്ഞങ്ങ് പോവും. വെക്ക്. ഹാ അത് അങ്ങോട്ട് കൊണ്ടുപോയി നീക്കി വെക്കാൻ രാജു. മതിയോ? ഇല്ലല്ലേ, എന്നാൽ അവിടെ ഇരുന്നോട്ടെ. പോര്. ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നനഞ്ഞ് നാറിയ വരുന്നേന്നേ ഉള്ളൂ. പന്നപ്പിള്ളേരാണ് ഇതുപോലെ ചൂളമൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്നത്. അജു വന്ന് കയറി. അജുവിൻ്റെ ചെരുപ്പ് കൊണ്ടുവന്ന് വെക്കേണ്ടുന്നിടത്ത് വെച്ചിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.